വീണ്ടും നിലമ്പൂരിലേക്ക് വോട്ടുറപ്പിക്കാൻ പലതരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ പയറ്റാറുണ്ട്. ഇപ്പോൾ പാട്ടുപാടി തെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലാകും. അത് വേറെ ആരുമല്ല, കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ രമ്യ ഹരിദാസ് തന്നെയാണ്. രമ്യയുടെ കലാരംഗത്തെ ഗുരു ഉമേഷ് നിലമ്പൂരും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. 9 വർഷം ആര്യാടൻ ഷൌക്കത്തിന്റെ നിലമ്പൂരിലെ വിവിധ പദ്ധതികളിൽ ജോലി ചെയ്ത അനുഭവവും രമ്യ ഹരിദാസിനുണ്ട്. സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാട്ടെഴുത്തുകാരും പാടുന്നവരും എല്ലാം ഉണ്ട്. അങ്ങനെ രണ്ടുപേരാണ്. ഒരാളെ നിങ്ങൾ എല്ലാവർക്കും അറിയാം, മുൻ MP രമ്യ ഹരിദാസ്. അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസിന്റെ കലാരംഗത്തെ ഗുരു എന്ന് പറയാൻ പറ്റുന്ന ഉമേഷ് നിലമ്പൂരുമാണ് ഉള്ളത്. ഞാനിവിടെ വരുമ്പോഴേ ഈ കുറേ ആളുകൾക്ക് നിങ്ങളിവിടെ ജനപ്രതിനിധി ഒന്നും ആയിരുന്നില്ല, പക്ഷെ എല്ലാവരെയും അങ്ങോട്ട് അറിയുന്നുണ്ട്. എല്ലാവരെയും പേര് വിളിക്കുന്നു, കൈ കൊടുക്കുന്നു. അതെങ്ങനെയാണ്? ഞാനൊരു 2007 മുതൽ 2014-15 വരെ നിലമ്പൂരിലുണ്ടായിരുന്നു. ആര്യാടൻ ഷൌക്കത്ത് സാറ് ഗ്രാമപഞ്ചായത്ത് 9 വർഷത്തോളം, ആര്യാടൻ ഷൌക്കത്ത് സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും നഗരസഭയുടെ പ്രഥമ ചെയർമാനായ സമയങ്ങളിലെല്ലാം ആദിവാസി കോളനികളിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് അവരെ കൊണ്ടുവരിക, കോളനികളിൽ വിദ്യാഭ്യാസം കൊടുത്താൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പദ്ധതികൾക്ക് ഷൌക്കത്ത് സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കലാരംഗത്തും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ഉമേഷ് ചേട്ടൻ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. കുഞ്ഞാക്ക മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കുഞ്ഞാക്കാൻ്റെ പാട്ട്, എനിക്ക് തോന്നുന്നു കുഞ്ഞാക്ക മത്സരിച്ച സമയങ്ങളിലെല്ലാം ആ പാട്ട് എഴുതുകയും ഈ കലാപരമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഉമേഷ് ചേട്ടൻ. ഇത്തവണ എന്തെങ്കിലും പാട്ട് എഴുതിയിട്ടുണ്ടോ? 40 വർഷമായിട്ട് കുഞ്ഞാക്ക മത്സരിക്കുമ്പോഴും അപ്പോൾ ബാപ്പുട്ടി ഇപ്പം മത്സരിക്കുമ്പോഴും പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാക്കാക്ക് വേണ്ടിയിട്ട് എല്ലാം നേടിത്തന്ന കുഞ്ഞാക്കാനെ മറക്കാൻ നിലമ്പൂര് മക്കൾക്കാകുമോ, ഈ മലനാടോ മനിച്ചു വളർത്തിയ ജനനായകൻ ആര്യാടനൊരദ്വിതീയ ജനാധിപത്യ നായകൻ, അങ്ങ് നിയമസഭക്കകത്തോരഗ്നിയായി ജോലിപ്പവൻ, ഇന്നു നാടിനേഴകൾ തൻ മോചനപ്പടനായകൻ. ഞാൻ പലപ്പോഴും പറയും, ഞാൻ നിലമ്പൂരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ മതേതരത്വം ഇത്രയധികം കൂട്ടിച്ചേർക്കുന്ന, അല്ലെങ്കിൽ ഓണമാകട്ടെ പെരുന്നാളാകട്ടെ ക്രിസ്മസ് ആകട്ടെ, അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പേരാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ പലരും പല രീതിയിൽ മലപ്പുറത്തിനെ താഴ്ത്തിക്കെട്ടാനും ഇകഴ്ത്താനും ഒക്കെ ശ്രമിക്കുമ്പോഴും ഒരു മലപ്പുറത്ത് ഞാൻ പലപ്പോഴും പറയും, ഞാനൊരു നിലമ്പൂരുകാരി കൂടിയാണ്, ഞാനൊരു മലപ്പുറംകാരി കൂടിയാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്, ഇന്ത്യ അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. എനിക്കെന്നും തണലായി തുണയായി നിൽക്കുന്ന ഇവരാണെനിക്കെന്നും ശക്തി, ഇവരാണെനിക്കെന്നും ശക്തി, എനിക്കെന്നും തണലായി തുണയായി നിൽക്കുന്ന ഇവരാണെനിക്കെൻ്റെ ശക്തി. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിനിടയ്ക്ക് ഈ കലാകാരന്മാരും അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. രമ്യ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും സജീവമാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.